ഭാരതത്തെ ആധ്യാത്മികമായും തത്വചിന്താപരമായും ഏകീകരിച്ച കാലാതിവർത്തിയായ അദ്വൈത വേദാന്ത ദർശനത്തിലൂടെ ജീവബ്രഹ്മ ഐക്യത്തിൻ്റെ പാഠങ്ങൾ ഈ ലോകത്തിന് പകർന്നു നൽകിയ പുണ്യപ്രഭവനായ വിശ്വഗുരുവായ ശ്രീ ശങ്കരാചാര്യരുടെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ വ്യാഖ്യാനമാല എന്ന ഈ പരിപാടി ആരംഭിക്കാം. ക്ഷുദ്രഖണ്ഡാനിനാദാഭിരാമം ചലത്താണ്ഡവോ ദണ്ഡവത് പദ്മതാലം. ഒരു 2000 കൊല്ലം ഒരു സിദ്ധാന്തം നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പലതരത്തിലും പഠനം നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ശങ്കര സിദ്ധാന്തങ്ങൾക്ക് ഇന്നും പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും നമ്മൾ പഠിക്കുന്നത് കൊണ്ട്. എപ്പോഴും നമ്മൾ സംസ്കൃതം പഠിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് പദത്തിൽ നിന്നും തുടങ്ങുക, പദത്തിൽ ഉണ്ടാവുമല്ല. ഒരു വേരില്ലാതെ ഒരു വിത്തില്ലാതെ നമുക്ക് മുളയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം മികച്ച ഗുണങ്ങൾ അതിജീവിക്കണം, ദോഷങ്ങൾ മാറണം, ഗുണങ്ങൾക്ക് ഉത്കർഷം ഉണ്ടാവണം. അങ്ങനെ എന്താണോ അവശേഷിക്കുന്നത് അതിനെയാണ് നമ്മൾ സംസ്കാരം അല്ലെ സംസ്കൃതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യ വ്യാഖ്യാനമാലായാः द्वितीयं सत्रम् अत्र आरभते. भारतस्य समाजनिर्माणे एवं तस्य सुस्थितौ च शङ्करभगवत्पादानां योगदानं कथं वर्तते? तावत् सर्वेषां धर्माणां मूलमस्ति वेदो अखिलो धर्ममूलम् इत्यस्ति. सर्वकर्मसन्न्यासपूर्वकात् आत्मज्ञानात् मोक्षप्राप्तिः कृतं भवति. वैदिकदर्शनस्य पुनःप्रतिष्ठापनम्. एकदिनात्मकः एषः कार्यक्रमः अत्र सम्पद्यते.